ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യാറ്റ് ബൈ റിനി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉമ്മാക്കുള്ള കോഴിമുട്ടയും അതുപോലെ തന്നെ പഴം പുഴുങ്ങി അത് കൊടുത്തിട്ട് ഇനി ഉപ്പുമാവാണ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ മുന്നേ സലൂണിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കുറേ ഹൈദരാബാദുള്ള ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ അവരിതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരെടുത്ത് ഞാൻ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകിടുക. കടുക് കിട്ടിയതിന് ശേഷം ഉണക്കമുളക് അതുപോലെ ഉഴുന്ന് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് നന്നായി ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സബോള വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വഴുതനങ്ങ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മളവിടെ ഉപ്പുമാവിലൊന്നും വഴുതനങ്ങ ഇടാറില്ല, പക്ഷേ ഹൈദരാബാദ് ഞാനന്ന് കഴിച്ചത് ഉപ്പുമാവിൽ വഴുതനങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ കോളിഫ്ലവർ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്കിതിൽ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിൽ നെയ്യ് ഒഴിക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചിട്ട് റവ കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് നേരം ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനിടയിൽ ഉമ്മാക്കുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ അതുപോലെ തന്നെ കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഒരു ഫ്ലാസ്കിലേക്ക് ഉമ്മാക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതിന് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ചിക്കൻ നന്നാക്കണം. നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നാക്കാൻ ഇടയിൽ അവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ്, സബോള അതുപോലെ തന്നെ മല്ലിയില, പുതിന ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല, കുരുമുളക്, ജാതിക്ക, പട്ട, ജീരകം ഇതൊക്കെ നമ്മൾക്ക് ചോറിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അരിയിൽ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിയിലിട്ട് കൊടുക്കുക. വെള്ളത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ചിക്കൻ നന്നാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് കായം തേക്കണം. കായം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഫിഷിലും ഒക്കെ യൂസ് ചെയ്യൽ. അപ്പോൾ അതിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിനി ചിക്കൻ കായം തേച്ചെടുക്കണം. നമ്മൾ സഹലയാണ് ചിക്കൻ മിക്സ് ചെയ്യണത് കായം. അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ പേരെടുത്ത് പറയാൻ. ഉമ്മാക്ക് വയ്യാണ്ടായതിൻ്റെ ശേഷം സൽമാത്തിയും സഹലൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഹെൽപ്പിനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ അവൾ കായം തേക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായി കായം തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കായം തേപ്പൊക്കെ കഴിയാറായി. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതിന് ഉപ്പ അവിടെ ബിരിയാണിക്കുള്ള മേലിടാനുള്ള സബോളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സബോളയും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് എന്താ പറയുക അതിന് മുന്തിരി, ഉണക്ക മുന്തിരിയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാട് പറഞ്ഞു ഇപ്പം ഞാൻ ഉണ്ടാക്കുക ബിരിയാണി, അതുകൊണ്ട് ഉപ്പ് മാറി. അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ വറുത്തു. അപ്പോൾ ഇതിന് നമ്മൾ തസ്നി അവിടെ പാത്രങ്ങൾ കഴുകാണ്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ചിക്കൻ വറക്കണ ടൈമായി. ചിക്കനൊക്കെ ഓരോന്നിതാ വറുത്തെടുക്കുന്നു. അപ്പോൾ ചിക്കൻ വറക്കുന്ന ടൈമിൽ പുതിന ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്കുള്ള ചുവന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞ് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ വെച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓൾറെഡി അത് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സബോള വടുമ്പത്തിന് നമുക്ക് കച്ചമ്പറിക്കുള്ള സബോളൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ തക്കാളി മസാലയൊക്കെ ഉള്ളതും എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സബോള വാടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ സബോള നന്നായിട്ട് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ പച്ചമുളക് വെറുതെ കട്ട് ചെയ്തിട്ടേക്കാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ പുതിന ചമ്മന്തി കച്ചമ്പറൊക്കെ ഉണ്ടാക്കാനുള്ള തകൃതിയായ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ മസാല കുറച്ച് നേരം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തീ കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായി മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി അതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം, ആ പൗഡേഴ്സിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ജസ്റ്റ് ആയതിൻ്റെ ശേഷം കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ കിടന്ന് വേവണം നമ്മളെ ചിക്കൻ. അപ്പോഴത്തേനും നമ്മൾ കച്ചമ്പറിയിലേക്കുള്ള ഒരുവിധം എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് നന്നായി ഇനി മിക്സ് ചെയ്യണം. അപ്പോൾ കച്ചമ്പറിയിലേക്ക് സബോള, തക്കാളി, മല്ലിയില, കുറച്ച് പുതിന, വേപ്പിലൊക്കെ നന്നായി ചെറുതാക്കി അരിയുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കച്ചമ്പർ റെഡി ആയി കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ പുതിന ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ, അതുപോലെ തന്നെ ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ പുതിന കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അതിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരില്ലെങ്കിൽ സുറുക്കയായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പുതിന ചമ്മന്തി റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ ഇനി ഉണ്ണികൾക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാല അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒരുവിധം എല്ലാം മസാല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പടം വറുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സഹലയുടെ സ്പെഷ്യൽ എന്താ പറയുക, കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന കാറ്ററിംഗുകാരെ പപ്പടം ഉണ്ടല്ലോ, അത് അവൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പപ്പടം കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കച്ചമ്പറും ചമ്മന്തിയൊക്കെ നമ്മൾ പാത്രത്തിലാക്കി വെച്ച് അപ്പോൾ ഇനി കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഫ്ലാസ്കിലൊക്കെ വെള്ളം നിറക്കണം, ചൂടുവെള്ളമാക്കി വെക്കണം. അപ്പോൾ നമ്മൾ പപ്പട വറക്കൽ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ്. അപ്പോൾ അത് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് മുളക് പൊടി തൂവിയിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കാറ്ററിംഗ് സ്പെഷ്യൽ പപ്പടം ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അരി നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും വെള്ളമൊക്കെ തിളച്ച് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് അരിയിട്ടന്ന് പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെമ്പിൽ കുളിക്കാൻ വെള്ളം വെക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കണം. അപ്പോഴത്തേനും നമ്മൾ ചേച്ചി മീൻ കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ച്, മാന്തളാണ് ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഒരു മീനാണ് മാന്തൾ. സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് മാന്തൾ ഫ്രൈ. അതുപോലെ നമ്മളെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞ് അത് ഊറ്റി എന്നിട്ട് നമുക്കിനി ദമ്മിടണം. ഉപ്പിന് ദമ്മിടുന്നത്. അപ്പോൾ ഇനി ദമ്മിടുന്ന പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് അടിയിൽ ചോറ് ഇട്ട് പിന്നെ എന്നിട്ട് കുറച്ച് പുതിന മല്ലിയില ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ സബോള വറുത്തതും അണ്ടിപ്പരിപ്പും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ മസാല എല്ലാതും പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് ചോറിട്ട് കൊടുക്കുക. അങ്ങനെ മേലിട്ട റൈസൊക്കെ പരത്തി കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിന, മല്ലിയില, അതുപോലെ തന്നെ സബോള ഫ്രൈ ചെയ്തത്, നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ മേലിട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വല്ല ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിലൊക്കെ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കളർ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിലാണ് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് ദമ്മിടൽ കഴിഞ്ഞ് അപ്പോൾ ഇനി ഇത് ക്ലീനിങ് ആണ്. കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ട് ചെയ്തതിൻ്റെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെ എല്ലാം ആക്കുക. ഈ പൈനാപ്പിൾ ചെറുതായി കുഞ്ഞതാക്കി കട്ട് ചെയ്ത് നമ്മൾ ബിരിയാണിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വിളമ്പുന്ന ടൈമിൽ മിക്സ് ചെയ്യാനാണ്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തസ്നീത കഴുകിയിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ ടൈമായി. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി ഞങ്ങളത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. സൽമാത്തയും സഹലയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ ഒന്നും പറയാല്ല, അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ മുന്തിരി ജ്യൂസ് അടിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലീനിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉമ്മാക്ക് വെള്ളം കഴിഞ്ഞപ്പോൾ വെള്ളം തിളപ്പിച്ചു കൊടുത്ത്. അപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴം വാട്ടാൻ വിചാരിച്ച്
അപ്പോൾ പഴം നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ എടുക്കുക. അണ്ടിപ്പരിപ്പ് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിൽ നല്ല പശു നെയ്യാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പശു നെയ്യ് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് പാനിൽ ഒഴിക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അത്. കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുന്തിരി അതെ മുന്തിരിയിൽ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി ചെറുതാക്കിയിട്ട് അരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴം ഇട്ട് കൊടുക്കുക. പഴം നന്നായിട്ട് ഒന്ന് മൊരിയണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നോർമലി നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വെള്ളം അല്ലെങ്കിൽ പനഞ്ചക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചിട്ട് അതിൻ്റെ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബെല്ലാണ് എടുത്തിരിക്കുന്നത്. ബെല്ലം എന്ന് വെച്ചാൽ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കായയുടെ പൗഡറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര ഇതുപോലെ നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റാവും. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കുമല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റാവും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള എന്ത് പേരാ പറയുക ഇപ്പോൾ ഇതിന് ഒരു ബനാന സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇതിനെന്ത് പേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിനി ഇതിൽ കുറച്ച് അവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ബനാന ഫ്രൈഡ് സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. എന്നിട്ട് ഉണ്ണികൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിന് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ചായ വെച്ച് കൊടുത്ത്. അപ്പോൾ ഇതിന് വേറെ ഗസ്റ്റ് വന്ന് അപ്പോൾ അവർക്കും ചായ കൊടുത്ത്. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി. അങ്ങനെ പാത്രം കഴുകുന്ന സമയത്ത് ഉമ്മാനെ കാണാൻ വേറൊരു ഗസ്റ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതിന് ഉമ്മാക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്ന ടൈമായി. അങ്ങനെ ഉമ്മാക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിക്കേക്കുള്ള ദോശ ഉണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.